RCBയും രാജസ്ഥാനുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി RCB IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. രാജസ്ഥാൻ വീണ്ടും ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശക്തരായ RCB ടീമിനെയാണ് രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നത്. സഞ്ജു പ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സഞ്ജുമൽ ബോയ്സ് കപ്പ് നേടാൻ ഉറച്ചു തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ RCB രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് RCB ആയിരുന്നു. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. കോഹ്ലിയും ഡുപ്ലസിയും കൂടി ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ ഡുപ്ലസി പെട്ടെന്ന് ഔട്ടായത് RCB ടീമിന് തിരിച്ചടിയായിരുന്നു. റോമാൻ പവൽ മികച്ചൊരു ക്യാച്ചിലൂടെയാണ് ഡുപ്ലസിയെ പുറത്താക്കിയത്. പിന്നീട് വന്നത് ഗ്രീൻ ആയിരുന്നു. ഗ്രീനും കോഹ്ലിയും കൂടി RCB ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ ഗ്രീനിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഗ്രീനും കോഹ്ലിയും ഔട്ടായി മടങ്ങി. കോഹ്ലി ഇന്ന് 33 റൺസിലാണ് പുറത്തായത്. ചഹലാണ് കോഹ്ലിയെ പുറത്താക്കിയത്. ഇത് കളിയിലെ ബ്രേക്ക് ത്രൂ ആയിരുന്നു. പിന്നീട് രജിത് പടിഡാറാണ് കളത്തിലെത്തിയത്. അദ്ദേഹം ഇന്ന് മികച്ച കളി പുറത്തെടുത്തു. ഇതോടുകൂടി RCBയുടെ സ്കോർ കുത്തനെ കുതിക്കാൻ തുടങ്ങി. എന്നാൽ ആവേശ് വന്ന് പട്ടിഡാറിനെ പുറത്താക്കിയതോടെ RCB ഒന്ന് ഡൗൺ ആയി. പിന്നീട് ലോമറാണ് ഒന്ന് അടിച്ചു കളിച്ചത്. കാർത്തിക് ഇന്ന് ഫ്ലോപ്പ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ന് RCB 20 ഓവറിൽ 172 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രാജസ്ഥാനെ സംബന്ധിച്ചത് ചെറിയൊരു സ്കോറായിരുന്നു. പിന്നീട് രാജസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രാജസ്ഥാന് നല്ലൊരു തുടക്കമായിരുന്നു ജയ്സ്വാൾ ഇന്ന് സമ്മാനിച്ചത്. ജയ്സ്വാളും കാഡ്മോറുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും മികച്ച കളി പുറത്തെടുത്തു. എന്നാൽ പിന്നീട് കാഡ്മോർ ഔട്ടായി. ശേഷം വന്നത് സഞ്ജു ആയിരുന്നു. എന്നാൽ സഞ്ജുവിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. സഞ്ജു വന്നതും പോയതും വേഗത്തിലായിരുന്നു. 17 റൺസ് മാത്രമാണ് സഞ്ജു എടുത്തത്. എങ്കിലും ജയ്സ്വാൾ ഒരു അറ്റത്ത് അടിച്ചു കളിച്ചു. 45 റൺസ് എടുത്താണ് ജയ്സ്വാൾ ഔട്ടായത്. ശേഷം റിയാൻ പരാഗ് ആയിരുന്നു രാജസ്ഥാന്റെ നട്ടല്ലേ. എന്നാൽ ധ്രുവ് ജുറലിനെ അധികം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഹേഡ്മറും പരാഗും കൂടി രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചു. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കിയാൽ RCB ഇന്ന് മോശം കളിയാണ് കാഴ്ചവെച്ചത്. എന്തായാലും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇനി രാജസ്ഥാന്റെ അടുത്ത മാച്ച് ഹൈദരാബാദുമായിട്ടാണ്. RCB അങ്ങനെ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് RCB പുറത്താകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.